കോന്നിയിൽ ഫോറസ്റ്റ് ഓഫീസിൽ MLA വന്നു എന്നും അവിടെ പ്രകോപനപരമായി സംസാരിച്ചു പെരുമാറി എന്നുമാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ MLA കൂടി ഉൾക്കൊള്ളുന്ന ഒരു വാർത്തയായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമേ കൃത്യമായി ഒരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സംബന്ധിച്ച് CCF-നോട് പ്രാഥമിക വിവരം നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാനത് MLA കൂടി ഉൾക്കൊള്ളുന്നൊരു പ്രശ്നമായതുകൊണ്ടാണ്. അത് കൃത്യമായി വളരെ നിയമപരമായി എല്ലാ വശങ്ങളും ആലോചിച്ച ശേഷമേ അതിൻ്റെ അകത്തൊരു തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇത്തരം വാർത്ത വരുന്നത് നമ്മൾ ജനപ്രതിനിധികൾ അവരെ ജനങ്ങൾ വിലയിരുത്തും എന്ന് കരുതിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ എന്ന് ആ സഹോദരനോട് സ്നേഹപൂർവ്വം പറയാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് MLA അമിതാവേശം കാണിച്ചതാണോ? അതൊന്നുമല്ല. ജനപ്രതിനിധികളുടെ പ്രവർത്തനത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി ജനങ്ങൾ വിലയിരുത്തുന്നൊരു കാലമാണിത്. ആ കാലത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാൻ. സൂക്ഷ്മത പുലർത്തിയില്ല എന്നാണോ? MLA സൂക്ഷ്മത പുലർത്തിയില്ല എന്നാണോ? അല്ല, ഞാൻ ജനറൽ ടേംസിൽ ഞാൻ അവിടെ കുറെ കാലം ജോലി ചെയ്തൊരു ആളാണ്. പത്തനംതിട്ടയിൽ കുറച്ചു കാലം ജോലി ചെയ്ത ഒരാളാണ്. അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളും വനംവകുപ്പും തമ്മിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇടപെട്ടു എന്നാണ് MLA ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണമായിട്ടുള്ളത്. ആ ഒരു ഭീഷണിയല്ല, അത് ജനങ്ങളുടെ ശബ്ദമായിരുന്നു എന്നാണ്. ജനങ്ങളുടെ ശബ്ദമാവേണ്ട ആൾ തന്നെയല്ലേ MLA? അല്ല, അതല്ലേ ഞാൻ പറഞ്ഞു. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് എനിക്ക് ഞാൻ മാധ്യമങ്ങളിലൂടെ ഉള്ള വിവരമല്ലാതെ എനിക്ക് നേരിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ CCF-നോട് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്. ഈ ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്നൊരു അവധാനക്കുറവുണ്ടായിട്ടുണ്ടോ? അല്ല, അതുണ്ടായെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്കറിയാം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വിവരം എനിക്കില്ല. ഞാനിപ്പം ഉച്ചക്ക് 12 മണിക്ക് യാത്ര പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയുള്ളൂ. അപ്പോൾ യാത്രാമധ്യേ കിട്ടിയ വിവരങ്ങളാണ്. അതും മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് എന്നെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുള്ളത്. അതാണ് വിഷയം പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മന്ത്രി. അത് റിപ്പോർട്ട് കിട്ടിയിട്ടേ കൂടുതൽ പ്രതികരണത്തിലുള്ളൂ. പക്ഷേ ജനങ്ങൾ ഇതൊക്കെ നോക്കുന്നുണ്ട് സൂക്ഷ്മതയോടെ. അപ്പോൾ ഇടപെടൽ അങ്ങനെ എന്നാണ് ആ സഹോദരനോട് എനിക്ക് പറയാനുള്ളത് എന്ന് MLA ജനീഷ് കുമാറിന് വനമന്ത്രിയുടെ ഒരു ഉപദേശം കൂടിയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ കൂടുതലൊന്നും വനമന്ത്രി പ്രതികരിക്കുന്നുമില്ല. വിഷയത്തിൽ റിപ്പോർട്ട് വരട്ടെ എന്ന് മാത്രമാണ് മന്ത്രി പറയുന്നത്. പക്ഷേ ആ ഉപദേശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്.